छात्रों, आप सबका स्वागत है। आज हम 10वीं कक्षा की तीसरी यूनिट का पहला पाठ का अध्ययन करने जा रहे हैं। इसके पहले एक बात कहना चाहता हूँ कि यदि आप यह चैनल अब तक सब्सक्राइब न करते तो कृपया सब्सक्राइब करें और बेल आइकन भी क्लिक करें। इससे आपको मैं वीडियो अपलोड करते समय इसका नोटिफिकेशन मिलेंगे। ओके, चलिए शुरू करें हमारी क्लास। पाठ का नाम है अकाल और उसके बाद। अकाल और उसके बाद यह एक कविता है। नागार्जुन द्वारा लिखित एक कविता है अकाल और उसके बाद। अकाल क्या है? अकाल अकाल का अर्थ है क्षामम, और उसके बाद का अर्थ है അകാൽ के बाद ക്ഷാമത്തിന് ശേഷം, ക്ഷാമവും ക്ഷാമകാലത്തിന് ശേഷവും अकाल और उसके बाद। ये कविता कौन लिखा है? नागार्जुन। देखिए पहले नागार्जुन के बारे में। नागार्जुन नागार्जुन श्री नागार्जुन का जन्म 30 जून 1911 ബീഹാർ में हुआ। നാഗാർജുൻ ജനിച്ചത് 1911 ജൂൺ 30 ബീഹാറിലാണ്. उनकी मृत्यु 5 नवंबर 1998 में हुआ. അദ്ദേഹം മരിച്ചത് 1998 नवंबर 5-നാണ്. अब हिंदी के प्रगतिशील साहित्यकार हैं. അദ്ദേഹം ഹിന്ദിയിലെ ഒരു പുരോഗമന സാഹിത്യകാരനാണ്. आपने हिंदी के अलावा അദ്ദേഹം ഹിന്ദിയെ കൂടാതെ मैथिली, संस्कृत और बंगला में भी रचनाएं की है. मैथिली, സംസ്കൃതം, ബംഗ്ല തുടങ്ങിയ ഭാഷയിലും രചന നടത്തിയിട്ടുണ്ട്. लोकजीवन, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे हैं. ലോകജീവിതവും പ്രകൃതിയും സമകാലീന രാജനീതി, ഇപ്പോഴത്തെ രാഷ്ട്രീയവുമൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രമുഖ വിഷയങ്ങളാണ്. യുഗധാര, प्यासी पथराई आंखें, सदरंगी पंखों वाली, तालाब की मछलियां आदि आपकी प्रमुख काव्यकृतियां है. ഈ പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രമുഖ കാവ്യകൃതികളാണ്. ओके, देखिए अकाल और उसके बाद. अकाल और उसके बाद ക്ഷാമവും ക്ഷാമത്തിന് ശേഷവും. कवि नागार्जुन इस कविता में अकाल और अकाल के बाद की हालत का चित्रण बहुत मार्मिक ढंग से किए हैं. കവി നാഗാർജുൻ ഈ കവിതയിൽ ക്ഷാമത്തെയും ക്ഷാമത്തിന് ശേഷവുമുള്ള അവസ്ഥയെക്കുറിച്ച് വളരെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചിരിക്കുന്നു. इस कविता के पहले 4 पंक्तियों में अकाल की भीषणता का चित्रण कुछ जीव और निर्जीव चीजों के माध्यम से प्रस्तुत किए हैं. इस कविता में ഈ കവിതയിലെ പഹലെ 4 पंक्तियों में ആദ്യത്തെ 4 വരിയിൽ ക്ഷാമത്തിൻ്റെ ഭീഷണതയെക്കുറിച്ചും എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്ന कुछ जीव और निर्जीव चीजों के माध्यम से प्रस्तुत किए हैं. ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് അവയെ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 4 വരിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയിലെ ആദ്യത്തെ 4 വരിയിൽ ക്ഷാമത്തിൻ്റെ അതീഷ്ണത ചിത്രീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം ജീവനുള്ളതും ഇല്ലാത്തതുമായ കുറേ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. कविता के अंतिम 4 पंक्तियों में കവിതയിലെ അവസാനത്തെ 4 വരികളിൽ अकाल के बाद का സന്തുഷ്ട ചിത്രം പ്രസ്തുത किए हैं. അകാലിന് ശേഷമുള്ള, അതായത് ക്ഷാമത്തിന് ശേഷമുള്ള സന്തോഷകരമായ ചിത്രണമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ 4 വരിയിൽ ക്ഷാമത്തിന് ശേഷമുണ്ടായ സന്തോഷമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, अकाल और उसके बाद. कविता देखिए. कई दिनों तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुदिया, सोई उनके पास, कई दिनों तक लगी भीद पर चिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त, दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद,
कौए ने खुजलाई पांखें कई दिनों के बाद। देखिए पहले 4 पंक्तियां। कई दिनों तक चूल्हा रोया, चक्की रही उदास। कई दिनों तक कानी कुदिया, सोई उनके पास। कई दिनों तक लगी भीद पर चिपकलियों की गश्त। कई दिनों तक चूहों की भी हालत रही शिकस्त। देखिए वर्ड मीनिंग। कई दिनों तक मीन्स വരെ, कई दिनों तक ഒരുപാട് ദിവസങ്ങൾ വരെ. ചൂല, ചൂല മീൻസ് അടുപ്പ്. രോയ കരഞ്ഞു. ചക്കി ആട്ടുകല്ല്. ഉദാസ് രഹി ദുഃഖ് ഹുയി എന്നർത്ഥം, അതായത് ദുഃഖിതനായിരുന്നു, വിഷമം ആയിരുന്നു. കൈ ദിനോം തക് ഒരുപാട് ദിവസങ്ങൾ വരെ. കാനി കുതിയ, കുത്ത की स्त्रीलिंग शब्द है കുതിയ. കുത്ത പട്ടി, കുതിയ പെൺപട്ടി. കാനി കുതിയ എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണുള്ള പെൺപട്ടി. സോയി ഉറങ്ങി, ഉൻകെ പാസ് അതിൻ്റെ അടുക്കൽ. കൈ ദിനോം തക് ഒരുപാട് ദിവസങ്ങൾ വരെ. ലഗി ഭീത് പർ, ഭീത് ഭിത്തി. ചിബക്കലിയോം ഗി ഗസ്ത്, ചിബക്കലിയാം പല്ലികൾ, പല്ലി. ഗസ്ത്, ഗസ്ത് എന്ന് പറഞ്ഞാൽ കറക്കം, ചുറ്റൽ എന്നൊക്കെ അർത്ഥം. കൈ ദിനോം തക് ഒരുപാട് ദിവസങ്ങൾ വരെ. ചൂഹോം കി ബി ഹാലത്ത് രഹി ശികസ്ത്. ചൂഹ എലി. ഹാലത്ത് അവസ്ഥ. ശികസ്ത് പരാജയം, മോശം എന്നൊക്കെ അർത്ഥം. ഓക്കെ, വേർഡ് മീനിങ് കിട്ടിയല്ലോ. ഇനി നോക്കിക്കൊള്ളുക. കൈ ദിനോം തക് ചൂല രോയ, ഒരുപാട് ദിവസങ്ങൾ വരെ ചൂല രോയ അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് പറയുന്നത് ആട്ടുകല്ല്. ആട്ടുകല്ല് എന്ത് ചെയ്തു? ഉദാസീനനായിരുന്നു. അപ്പൊ എന്തായിരിക്കും അർത്ഥം? ചൂല രോയ അടുപ്പ് കരയുക എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? നമ്മൾ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി. मैंने पहले कहा था कि इसकी पहली 4 पंक्तियां अकाल के बारे में, अकाल के हाल के बारे में कहते हैं. ഇതിൽ ആദ്യത്തെ 4 വരി ക്ഷാമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ക്ഷാമമായതുകൊണ്ട് അടുപ്പ് പുകയുന്നില്ല, ധാന്യമൊന്നുമില്ല, ആഹാരം പാചകം ചെയ്യാനുള്ള സാമഗ്രികളൊന്നുമില്ല. ക്ഷാമ സമയത്ത് ആഹാരം പാചകം ചെയ്യാൻ ഒന്നുമില്ല. അപ്പം കൈ ദിനവും തക്ക് ചൂല രോയ, ഒരുപാട് ദിവസങ്ങളായിട്ട് അടുപ്പ് എന്ത് ചെയ്യുകയാണ്? കരയുകയാണ്. അതായത് അടുപ്പ് കരയുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊരു സാധനം അതിൻ്റെ ഉപയോഗം ഇല്ലാത്തപ്പോഴാണ് അതിന് ദുഃഖം വരുന്നത്. അപ്പം അടുപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണ്? കത്തിച്ച് പാചകം ചെയ്യാനുള്ളത്. അത് ഉപയോഗിക്കാതെ വരുമ്പോഴാണ് അതിന് വിഷമമായിട്ട് പറയുക. അപ്പം ഇവിടെ ചൂല രോയ, അടുപ്പ് കരയുക എന്ന് പറഞ്ഞാൽ അടുപ്പിനെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് വിഷമത്തിൽ ഇരുന്ന് കരയുന്നത്. അടുപ്പിനെ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ക്ഷാമകാലമായതുകൊണ്ട് ധാന്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പാചകം ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടുപ്പിനെ ഉപയോഗിക്കുന്നില്ല. ചക്കി രഹി ഉദാസ്, ആട്ടുകല്ല് ഉദാസീനനാണ്, ദുഃഖിതനാണ്. അതെന്തുകൊണ്ടാ? പീസ്നെ കെ ലിയേ ദാൻ നഹീം, കുച്ച് ബി നഹീം. ഇല്ലേ, പൊടിക്കാനും അരയ്ക്കാനും ഒന്നും ഇല്ല, അതുകൊണ്ട് എന്തിനെ ഉപയോഗിക്കുന്നില്ല? ചക്കിയെയും ഉപയോഗിക്കുന്നില്ല, ആട്ടുകല്ലിനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ദുഃഖിതനാണ്. അപ്പോൾ ആട്ടുകല്ലും അടുപ്പുമൊക്കെ കരയുകയും ദുഃഖിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവയെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അവയെ ഉപയോഗിക്കാതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? ധാന്യമില്ല, പാചകം ചെയ്യുന്നില്ല, അല്ലെ പൊടിക്കുന്നില്ല, ആട്ടുന്നില്ല. അപ്പം ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അകാൽക്കോ, അല്ലേ, ക്ഷാമത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. കൈ ദിനോം തക് കാനി കുതിയ സോയി ഉൻകെ പാസ്, ഒരുപാട് ദിവസങ്ങൾ വരെ. കാനി കുതിയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, സോയി ഉറങ്ങി, ഉൻകെ പാസ് അതിൻ്റെ അടുക്കൽ, വീട്ടിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അടുപ്പിൻ്റെയോ ആട്ടുകലിൻ്റെയൊക്കെ അടുക്കൽ കിടന്ന് ഒറ്റക്കണ്ണുള്ള പെൺപട്ടി കിടന്നുറങ്ങുകയാ, വിശന്ന് വലഞ്ഞു കിടക്കുക, ഒന്നും കിട്ടാനില്ല. കൈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങൾ വരെ എന്നാ. എല്ലാ വരിയുടെയും 4 വരിയുടെയും ആദ്യം കൈ ദിനോം തക്കുന്നുണ്ട്, ഒരുപാട് ദിവസങ്ങൾ വരെ. इसका मतलब क्या है? അകാൽ കൈ ദിനോം തക്ക് ഥ, ഒരുപാട് ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു അകാൽ, ക്ഷാമം. അപ്പോൾ പട്ടിയും പെൺപട്ടിയും എന്താണ്? വിശന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ പെൺപട്ടി വിശന്ന് ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തിനെ സൂചിപ്പിക്കുന്നു? അകാലിനെ സൂചിപ്പിക്കുന്നു. കൈ ദിനോം തക്ക് ലഗി ഭീത് പർ ചിപക്കലിയോം ഗി ഗസ്ത്, ഒരുപാട് ദിവസങ്ങൾ വരെ
ചിബക്കലിയോം കി ഗസ്ത് ദാ ഭിത് പർ, അതായത് പല്ലികളുടെ ചുറ്റലായിരുന്നു ഭിത്തിയിലൂടെ. കാരണം ആഹാരം അന്വേഷിച്ച്, വീടുകളിൽ ആഹാരമൊന്നുമില്ല, ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുന്ന പല്ലികൾക്ക് ആഹാരമില്ലാത്തത് കാരണം അവ ഭിത്തിയിലൂടെ ചുറ്റുകയായിരുന്നു. ഇതും എന്തിനെ സൂചിപ്പിക്കുന്നു? അകാൽക്കെ ബാരേമേ, അകാലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. കൈ ദിനോന്തൊക്കെ ചൂഹോം കി ഭി ഹാലത്ത് രഹി ശിഖസ്ത്, ഒരുപാട് ദിവസങ്ങൾ വരെ ചൂഹോം കി ഭി ഹാലത്ത്, എലികളുടെ അവസ്ഥ ശിഖസ്ത് ഥാ, പരാജയമായിരുന്നു, മോശമായിരുന്നു. അവർക്കും ആഹാരമൊന്നും കിട്ടാതെ അവയുടെ അവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഇവിടെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ആഹാരമില്ലാതെ ദുഃഖമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ വരിയിലൂടെ പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകാൽ എന്ന് പറയുന്ന വാക്ക് എങ്ങും ഉപയോഗിച്ചിട്ടില്ല. ക്ഷാമം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ ചൂല, ചക്കി തുടങ്ങിയ ജീവനില്ലാത്ത വസ്തുക്കളെയും കുതിയ, ചിബക്കലി, ചൂഹ തുടങ്ങിയ ജീവനുള്ള വസ്തുക്കളിലൂടെയും എന്തു പറഞ്ഞിരിക്കുന്നു? അകാലിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു കവി. अब देखिए एक बार भी, कई दिनों तक चूला रोया चक्की रही उदास, ഒരുപാട് ദിവസങ്ങൾ വരെ അടുപ്പ് കരഞ്ഞു. അടുപ്പിനെ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് കരയുന്നുണ്ട്. ചക്കി രഹി ഉദാസ്, ആട്ടുകല്ല് ദുഃഖിതനായിരുന്നു. കൈ ദിനോം തക്ക് കാനി കുതിയ സോയ് ഉൻകെ പാസ്, ഒരുപാട് ദിവസങ്ങൾ വരെ ആ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി ഉറങ്ങുന്നുണ്ടായിരുന്നു അവയുടെ അടുക്കൽ. കൈ ദിനോം തക്ക് ലഗി ഭിത് പർ ചിബക്കലിയോം കി ഗസ്ത്, ഒരുപാട് ദിവസങ്ങൾ വരെ ഭിത്തിയിലൂടെ പല്ലികളുടെ റോന്തു ചുറ്റിലായിരുന്നു, ചുറ്റിക്കറങ്ങലായിരുന്നു. കൈ ദിനോം തക്ക് ചൂഹോം കി ഭി ഹാലത്ത് രഹി ശിഖസ്ത്, ഒരുപാട് ദിവസങ്ങൾ വരെ എലികളുടെ അവസ്ഥയും മോശമായിരുന്നു, പരാജയമായിരുന്നു. കൈ ദിനോം തക്ക്, ഒരുപാട് ദിവസങ്ങൾ വരെ. അകാൽ കൈ ദിനോം തക്ക് ധാ, അകാൽ ആ ക്ഷാമം ഒരുപാട് ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു. आप देखिए इन 4 पंक्तियों में चूल्हा रोना, चक्की उदास रहना, कानी कुदिया, घर के सामने या उनके सामने बैठकर सोना आदि गरीबी की ओर सूचित करते हैं. ഈ 4 വരികളിലൂടെ അടുപ്പ് കരയുക, ചക്കി ഉദാസ് രഹന, എന്താ ആട്ടുകല്ല് ദുഃഖിതനായിരിക്കുക, കാനി കുതിയ ഉൻകെ പാസ് സോന, ആ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി അതിനകത്ത് കിടന്നുറങ്ങുക തുടങ്ങിയവ ഗരീബിക്ക് ഓർ സൂചിത കർത്തേ ഹേ, ദാരിദ്ര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. യാ അകാൽക്കെ ഓർ സൂചിത കർത്തേ ഹേ, ക്ഷാമത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അകാൽക്കെ കാരൻ ഘർമേ ദാന നഹീം ഹേ, ക്ഷാമ സമയത്ത് എന്തില്ല, വീട്ടിൽ ധാന്യമൊന്നുമില്ല. ഇസിലിയെ ചൂല ജലാനയ്ക്ക് ആവശ്യകത നഹീം, അതുകൊണ്ട് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, അടുപ്പ് കത്തിക്കാനുള്ള ആവശ്യം വരുന്നില്ല. ഇസിലിയെ ചൂലാരോയ, അതുകൊണ്ടാണ് എന്ത് അടുപ്പ് കരയുന്നു എന്ന് പറയുന്നത്. പീസ്നെ കേലിയെ ഘർമേ കുച്ച് ഭീ നഹീം, അതായത് പൊടിക്കാനും അരയ്ക്കാനും വീട്ടിലെങ്ങും ഒന്നും തന്നെ ഇല്ല. ഇസ്ലിയെ ചക്കി ഉദാസി ഹെ, അതുകൊണ്ട് ആട്ടുകല്ല് ദുഃഖിതനാണ്. ഇസ്കാ മതലബ് ക്യാ ഹെ, ചക്കി കാ ഉപയോഗ ന കർത്തി ഹെ, ആ ആട്ടുകല്ലിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഖാന ന മിൽനേക്കെ കാരൻ, ആഹാരം ഒന്നും ലഭിക്കാത്തത് കാരണം ചൂഹ ചിബക്കലിയാം ആദിക്ക് ഹാലത് ഭി ബഹുത് ബുരി ഹെ, ചൂഹ അതായത് എലിയുടെയും പലിയുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. യഹാം അകാൽ के प्रयोग न करके कुछ प्रतीकों के माध्यम से, जैसे चूल्हा जलाना, चक्की की उदास रहना, कानी कुदिया की सोना, इसी प्रकार की प्रतीकों के माध्यम से हालत का चित्रण करते हैं. ഇവിടെ അകാൽ എന്ന് പറയുന്ന വാക്ക് ക്ഷാമത്തിനെ കുറിച്ച് സൂചിപ്പിക്കുക, അല്ലെ ക്ഷാമം എന്ന വാക്ക് ഉപയോഗിക്കാതെ മറ്റു കുറച്ച് പ്രതീകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞില്ലേ അടുപ്പ് കരയുക എന്നും ആട്ടുകല്ല് ദുഃഖിതനായിരിക്കുക എന്നും, പല്ലികൾ ഓടുന്നു, എലികളുടെ അവസ്ഥ മോശമായിരുന്നു, പട്ടി കിടന്ന് വിശന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെ എന്തു പറഞ്ഞിരിക്കുന്നു? അകാൽക്ക് ഭീഷണതാക്ക വർണ്ണൻ കർത്തേ ഹേ, ആ ക്ഷാമ സമയത്തെ ആ ഒരു തീഷ്ണത, ആ ക്ഷാമ സമയത്തെ ആ ഒരു തീവ്രത ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻ കവിത के पहली 4 पंक्तियों में अकाल की ഭീഷണതാ കാ വർണ്ണൻ കർത്തേ ഹേ, ഈ കവിതയിൽ ആദ്യത്തെ 4 വരിയിൽ ക്ഷാമത്തിൻ്റെ തീവ്രതയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. देखिए नेक्स्ट 4 लाइन,
दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांगे कई दिनों के बाद। अब देखिए, दाने, दाने मीन्स धान्यങ്ങൾ आए വന്നു, घर के अंदर, घर വീട്, घर के अंदर വീട്ടിനകത്തേക്ക്, കൈ ദിനോം കെ ബാദ്, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ബാദ് ശേഷം, ധുവാ പുക, ഉഠ ഉയർന്നു, ആംഗൻ സെ ഊപ്പർ, ആംഗൻ മുറ്റം, മുറ്റത്ത് നിന്ന്, ഊപ്പർ മുകളിലേക്ക്, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ചമക്കുടി തിളങ്ങി, ഘർ ഭർ കി വീട്ടിലുള്ളവരുടെ എല്ലാം, ഘർ ഭർ കി, ആംഖേ കണ്ണുകൾ, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കൗവേനെ, കൗവേ എന്ന് പറഞ്ഞ കാക്കകൾ, കുജലായി ചൊറിഞ്ഞു, പാങ്കേം തൻ്റെ ചിറകുകൾ, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം। आप देखिए इन 4 पंक्तियों में क्या कहना चाहते हैं कवि? अकाल के बाद के सिचुएशन के बारे में कहते हैं। धान्य आए घर के अंदर, ധാന്യം വന്നു घर के अंदर വീടിനകത്തേക്ക്, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കൈ ദിനോം തക്ക് അകാൽ ദാ വഹ് അകാൽ കെ ബാദ് घर के अंदर ധാന്യ ആയി, ഒരുപാട് ദിവസങ്ങൾ വരെ ക്ഷാമമായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്ഷാമത്തിന് ശേഷം വീട്ടിനുള്ളിലേക്ക് എന്ത് വന്നു? ധാന്യം വന്നു, ധാന്യം ലഭിച്ചു തുടങ്ങി। ദുആ ഉടാ ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്, കൈ ദിനോം കെ ബാദ് ആംഗൻ സെ ഊപ്പർ ദുആ ഉടാ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടുമുറ്റത്ത് നിന്ന് പുക ഉയർന്നു। ഇസ്കാ മതലബ് ക്യാ ഹെ? ഇതിന്റെ അർത്ഥം എന്താ? ചൂല ജലായ, ഖാന പക്കവായ, അതായത് ചൂല ജലായ അടുപ്പ് കത്തിച്ചു, ആഹാരം പാചകം ചെയ്തു, ഇല്ലയോ? ധാന്യങ്ങളും ക്ഷാമമൊക്കെ തീർന്നപ്പോഴത്തേക്ക് ആഹാര സാധനങ്ങൾ കിട്ടിയപ്പോഴത്തേക്കും ആഹാരം പാചകം ചെയ്തു, അതിന്റെ പുക ഉയർന്നു എന്ന് പറയുന്നു। ചമക്കുടിയും ഗർഭർ കി ആംഗേം കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഗർഭർ കി ആംഗേം വീട്ടിനുള്ളിൽ ഉള്ളവരുടെ എല്ലാം, ആംഗേം കണ്ണുകൾ, ചമക്കുടി തിളങ്ങി, എന്തുകൊണ്ടാ? അവരുടെ വിശപ്പകന്നു, ആ ഒരു ഉന്മേഷം കിട്ടി, അല്ലേ? ഇത്രയും നാളും ക്ഷാമമായതുകൊണ്ട്, അല്ലെ ദാരിദ്ര്യത്തിലായിരുന്നുകൊണ്ട് അവർക്ക് എന്താ സന്തോഷം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു, ഇപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ആഹാരം ലഭിച്ചു, അതിൻ്റെ ആ ഒരു ഉന്മേഷം അവരുടെ കണ്ണുകളിൽ കാണാം, ഇങ്ങനെ അവരുടെ കണ്ണുകൾ തിളങ്ങി। കൗവേനെ ഖുജലായി പാങ്കേം കൈ ദിനോം കെ ബാദ്, കാക്കകളൊക്കെ എന്താ തങ്ങളുടെ തൂവലുകൾ അല്ലെങ്കിൽ ചിറകുകളൊക്കെ ചൊറിയാൻ തുടങ്ങി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, എന്ന് വെച്ചാൽ ആഹാരം കിട്ടിയതിന് ശേഷം, ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞ കാക്ക സന്തോഷത്തോടെ തൻ്റെ ചിറകുകളൊക്കെ ചൊറിഞ്ഞു എന്നാ പറയുന്നത്। അപ്പം ഇവിടെ ആഹാരം ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്നു। അപ്പം എന്താ? മുറ്റത്ത് നിന്ന് പുക ഉയർന്നു എന്ന് പറയുന്നു, എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി എന്ന് പറയുന്നു, കാക്ക തൻ്റെ ചിറക് ചൊറിഞ്ഞു എന്ന് പറയുന്നു। ഇതിലൂടെയൊക്കെ അകാൽ കെ ബാദ് കെ ബാരേമേ കഹത്തെ ഹൈ, അകാലിന് ശേഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ അകാലിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു। ധാന്യ ആയേ ഘർ ഭർ കെ, ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ്, ധാന്യം വന്നു വീട്ടിനകത്തേക്ക്, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം। ദുആ ഉടാ ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്, പുകയുയർന്നു മുറ്റത്തിനു മുകളിലേക്ക്, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം। ചമക്കുടി ഘർ ഭർ കി ആംഗേം കൈ ദിനോം കെ ബാദ്, തിളങ്ങി വീട്ടിലുള്ളവരുടെ കണ്ണുകൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം। കൗവേനെ ഖുജലായി പാങ്കേം കൈ ദിനോം കെ ബാദ്, കാക്കകൾ ചൊറിഞ്ഞു തങ്ങളുടെ ചിറകുകൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം। देखिए इन 4 पंक्तियों के अंतिम में कई दिनों के बाद, कई दिनों के बाद दोहराते हैं। इसका मतलब क्या है? कई दिनों तक अकाल था, कई दिनों के बाद मीन्स अकाल के बाद ധാന്യം ആയി ഘർ കെ അന്തർ, ധാന്യം വന്നു വീട്ടിനുള്ളിൽ। അപ്പൊ ഇവിടെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരുപാട് ദിവസങ്ങൾ വരെ എന്തായിരുന്നു? ക്ഷാമമായിരുന്നു। ആ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മീൻസ് ആ ക്ഷാമത്തിന് ശേഷം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു। അപ്പൊ ഇവിടെ ക്ഷാമകാലം ഒരുപാട് നാൾ നീണ്ടു നിന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ 4 വരിയിലെ കൈ ദിനവും തക്കെന്നും അവസാനത്തെ 4 വരിയിലെ കൈ ദിനവും കെ ബാദും എന്നും സൂചിപ്പിച്ചിരിക്കുന്നത്। മനസ്സിലായോ? देखिए अकाल के बाद घर में ധാനായ, അതായത് ക്ഷാമത്തിന് ശേഷം വീട്ടിലേക്ക് എന്താ വന്നേ? ധാന്യം വന്നു। ചൂല ജലാക്കർ ഖാന പക്കവായ, അതായത് നമ്മളുടെ അടുപ്പ് കത്തിച്ച് എന്ത് ചെയ്തു?
ഭക്ഷണമൊക്കെ പാചകം ചെയ്തു. इससे ऊपर इससे धुआं उड़ा आंगन से ऊपर. इसका अर्थ क्या है? चूल्हा जलाया. അതായത് ആംഗൻ സെ ഊപ്പർ ദുആ ഉടാ, മുറ്റത്തുനിന്ന് മുകളിലേക്ക് പുകയുയർന്നു. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ അടുപ്പ് കത്തിച്ചു. ഘർവാലോങ്കി ആംഗീൻ ചമക്കുടി, വീട്ടുകാരുടെയൊക്കെ കണ്ണുകള് തിളങ്ങി. इसका अर्थ यह है कि भोजन मिलकर उनके भूखे मिटाया, ആഹാരമൊക്കെ ലഭിച്ചവരുടെ വിശപ്പൊക്കെ അകന്നു. സാധാരണതः घर के भोजन खाने के लिए कौवे आ रहे हैं. സാധാരണമായിട്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കുവാൻ എന്ത് വരാറുണ്ട്? കാക്കകൾ വരാറുണ്ട്. वो भी संतुष्ट है, അവരും സന്തുഷ്ടരായിരുന്നു. ഭോജൻ മിൽനെ സേ, അതായത് ഭക്ഷണം ലഭിച്ചത് കാരണം. മനസ്സിലായോ? इन 8 पंक्तियों से कवि नागार्जुन अकाल की भीषणता और अकाल के बाद की संतुष्टता का चित्रण कई प्रतीकों के माध्यम से किया है. അതായത് ഈ 8 വരികളിലൂടെ കവി ക്ഷാമത്തെക്കുറിച്ചും, അതായത് ക്ഷാമസമയത്തെ ആ ഒരു തീവ്രത, ആ ഒരു ദുഃഖം, അതും ക്ഷാമത്തിന് ശേഷമുള്ള സന്തോഷത്തെക്കുറിച്ചും ഒരുപാട് പ്രതീകങ്ങളുടെ സഹായത്താൽ ചിത്രീകരിച്ചിരിക്കുന്നു. ക്ഷാമസമയത്തെ പ്രതീകങ്ങളായിരുന്നു എന്തൊക്കെയാ? അടുപ്പ്, അരകല്ല്, പട്ടി, പല്ലി, എലി തുടങ്ങിയവ. അതുപോലെ അകാലിന് ശേഷമുള്ളതിൻ്റെ പ്രതീകമായിരുന്നു പുക ഉയരുക എന്നുള്ളത്, കണ്ണുകൾ തിളങ്ങുക എന്നുള്ളത്, ഇല്ലയോ? കാക്കകൾ തങ്ങളുടെ ചിറകുകൾ ചൊറിയുക എന്നുള്ളത്. ഇത് कविता की और एक विशेषता है कि बहुत सरल कविता है. ഈ കവിതയുടെ മറ്റൊരു സവിശേഷത വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. ഭാഷാശൈലിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കവിത. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. इस कविता की पहली 4 पंक्तियाँ अकाल के बारे में कहते हैं और इसके बाद की 4 पंक्तियाँ अकाल के बाद की सिचुएशन के बारे में कहते हैं. ओके, देखिए कवि ने अकाल का चित्रण किस प्रकार किया है? चूल्हे का रोना, चक्की का उदास रहना, भीद पर चिपकलियों की गश्त, शिकस्त हालत वाले चूहे आदि के माध्यम से किया है. ठीक है ना? അതായത് അടുപ്പ് കത്തിക്കുക, ആട്ടുകല്ല് ഉദാസീനായിരിക്കുക, വിധിയിലൂടെ പല്ലികൾ കറങ്ങുക, ശിഖസ്ത് ഹാർദ് വാലെ ചൂഹെ, ഒരുപാട് പരാജയപ്പെട്ട അവസ്ഥയിലുള്ള എലി തുടങ്ങിയവയിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു? അകാലിനെ കുറിച്ച് ചിത്രീകരിക്കുന്നു. अब देखिए अकाल के बाद का चित्रण किस प्रकार किया है? അകാലിന് ശേഷമുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? घर के अंदर दाने का आना, आंगन के ऊपर धुआं का उड़ना, घर भर के आंगन का चमक उड़ना, कौवे के पंखों का कुचलाना आदि के माध्यम से किया है. അതായത് വീട്ടിനകത്തേക്ക് എന്ത് വരുന്നു? ധാന്യം വരുന്നു. ആംഗൻ കെ ഊപ്പർ ധുവേം കാ ഉടന, മുറ്റത്തിന് മുകളിലേക്ക് പുക ഉയരുന്നു. ഘർ ഭർ കെ ആങ്കോം കാ ചമക്കുടന, വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങുന്നു. ഘൗവേ കെ പങ്കോം കാ കുചലാന, പക്ഷി, അതായത് നമ്മളുടെ കാക്ക തൻ്റെ ചിറകുകൾ ചൊറിയുന്നു തുടങ്ങിയവയിലൂടെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? കവിയുടെ അകാലിന് ശേഷമുള്ള കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ കവി അകാലിനെ കുറിച്ചും അകാലിന് ശേഷമുള്ളതിനെ കുറിച്ചും പറയാനായിട്ട് കുറേ പ്രതീകങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഈ പ്രതീകങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ओके, अगली कक्षा में हम फिर मिलेंगे. अलविदा.